ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ അടുത്ത ഏതാനും ദിവസങ്ങളായി ഒരുപാട് സഹോദരങ്ങളാണ് ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണത്തിന് സകാത്ത് നിർബന്ധമാണ് എന്ന് മുൻകഴിഞ്ഞു പോയ ഇമാമിയങ്ങളിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിശിഷ്യ 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളിൽ ആരെങ്കിലും അപ്രകാരം അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ സ്വർണ്ണാഭരണത്തിൻ്റെ നിസാബ് പറയുമ്പോൾ പറയുന്ന 1.5 പവൻ എന്നുള്ളതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ എന്നുള്ള കാര്യം ഒരു പക്ഷേ ഈ അടുത്ത് ഏറെ പ്രചരിക്കപ്പെട്ടൊരു പ്രഭാഷണ ശകലം അതിൽ നിന്ന് അത് കേട്ടപ്പോഴുണ്ടായ ആശയക്കുഴപ്പമായിരിക്കാം ഈ ഒരു ചോദ്യത്തിന് പിന്നിലെന്നാണ് മനസ്സിലാകുന്നത്. സത്യത്തിൽ അതിലൊരു ഭാഗം, അഥവാ ഒരു സ്ത്രീക്ക് 1.5 പവൻ സ്വർണം മാത്രമേ ധരിക്കാവൂ, അവർക്ക് ധരിക്കുന്നതിനുള്ള പരിധി 1.5 പവനാക്കി ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊരു ധാരണ ശരിയല്ല എന്ന് പറയുന്നത് വസ്തുത തന്നെയാണ്. അങ്ങനെ ഒരു സ്ത്രീക്ക് ഇത്രയേ ധരിക്കാവൂ എന്ന് പറഞ്ഞൊരു പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അതേസമയം ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സകാത്ത് ബാധകമാണോ അല്ലയോ എന്നുള്ളത്, വിശിഷ്യ സ്വർണ്ണാഭരണം അതുപോലെ തന്നെ വെള്ളിയാഭരണം, ഇവക്ക് സകാത്ത് ബാധകമാണോ അല്ലയോ എന്നുള്ളത് സ്വഹാബാക്കൾക്കിടയിൽ പോലും ചർച്ചയുള്ളതായ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കൃത്യമായി കിതാബുകളിൽ പണ്ഡിതന്മാർ ആ വിഷയം വിശകലനം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള ഖിലാഫുള്ള അഭിപ്രായ ഭിന്നതയുള്ള ഒരു വിഷയമാണത്. അപ്പോൾ ഇന്ന് ആ വിഷയത്തിലുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ആ വിഷയത്തിലുള്ള ഏത് അഭിപ്രായമാണ് കൂടുതൽ ശരി എന്നൊക്കെ ചർച്ച ചെയ്യുകയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അത് മുൻഗാമികൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതയുള്ളതും നിർബന്ധമാണ് എന്ന അഭിപ്രായം പിൻകാലത്താരെങ്കിലും പറഞ്ഞതല്ല, മറിച്ച് മുൻഗാമികൾ തന്നെ പറഞ്ഞ അഭിപ്രായങ്ങളിൽ ഒന്നാണ് എന്നും വളരെ പ്രഗത്ഭരായ സ്വഹാബാക്കളും അതുപോലെ തന്നെ ഇമാമിയങ്ങളുമൊക്കെ ആ അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയാണ് നമ്മൾ ഈ ഒരു സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഇമാം അബൂ ഉബൈദ് അൽ ഖാസിം ഇബ്നു സല്ലാം റഹിമഹുല്ലയുടെ കിതാബുൽ അംവാൽ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം ഒരുപക്ഷെ സാമ്പത്തികമായ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇങ്ങനെയൊരു ഗ്രന്ഥം ആദ്യമായി രചിക്കപ്പെട്ട ഗ്രന്ഥം ഇത് എന്ന് നമുക്കൊരു പക്ഷേ പറയാൻ സാധിക്കും. ഇമാം അബൂ ഉബൈദ് റഹിമഹുല്ല അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 224 അപ്പോൾ ഈ ഗ്രന്ഥം എത്ര പഴക്കം ചെന്ന, മാത്രമല്ല എത്ര ഉത്തമ നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഹിജ്റ 224 രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നാണ്. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ബാബു സ്വദഖത്തി ഫിൽ ഹുലിയ്യി മിനൽ ദഹബി വൽ ഫിദ്ദ വമാ ഫീഹിമാ മിനൽ ഇഖ്തിലാഫ്, സ്വർണ്ണാഭരണത്തിൻ്റെയും വെള്ളിയാഭരണത്തിൻ്റെയും സകാത്തും അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതയും എന്ന് പറഞ്ഞുകൊണ്ടൊരു ബാബ് തന്നെ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ അദ്ദേഹം ആദ്യം സകാത്ത് ആഭരണങ്ങൾക്കും നിർബന്ധമാണ് എന്ന് പറയുന്നവരുടെ അവലംബമായ ഹദീസുകളും അസറുകളും അതിലുള്ള പണ്ഡിതാഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുമൊക്കെ അദ്ദേഹം എടുത്തു കൊടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഫഹദ ഖൗലു മൻ റഅ സകാത്ത ഫിൽ ഹുലി, ആഭരണങ്ങൾക്ക് സകാത്ത് ബാധകമാണ് എന്ന് പറഞ്ഞവരുടെ അവലംബമാണ് ഈ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. വഫീഹി ഖൗലുൻ ആഖർ അൻ ലാ സകാത്ത ഫീഹി, എന്നാൽ അതിന് സകാത്ത് ബാധകമല്ല എന്നൊരു അഭിപ്രായവും കൂടിയുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇതിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ഓരോരുത്തരുടെയും തെളിവുകൾ എന്തൊക്കെയാണ് അത് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫലമ്മ ജാഅ ഹാദൽ ഇഖ്തിലാഫു അംകന അൻ-നദറു ഫീഹി, ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുള്ളത് കൊണ്ട് തന്നെ ഇജ്തിഹാദ് ചെയ്യാവുന്ന കൂടുതൽ പ്രമാണബദ്ധവും പ്രബലവും ഏത് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാവുന്ന ഒരു വിഷയമാണിത്. വത്തദബ്ബുറു ലിമാ തദുല്ലു അലൈഹി സുന്ന, കൂടുതൽ സുന്നത്തിനോട് യോജിച്ച അഭിപ്രായം ഏത് എന്ന് പഠിച്ച് മനസ്സിലാക്കി ആ ഒരു അഭിപ്രായം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമെന്നർത്ഥം. അപ്പോൾ ഇതിൽ ഈ കിതാബുൽ അംവാൽ എന്ന ഗ്രന്ഥത്തിൽ തന്നെ ഇമാം അബൂ ഉബൈദ് പറയുന്നു, ആ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്, സ്വഹാബാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്, അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിലെ ഇമാമിയങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ വിഷയത്തിലെ
സ്വഹാബാക്കൾ തന്നെ വളരെ പ്രഗത്ഭരായ സ്വഹാബാക്കൾക്ക് തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇമാം ഇബ്നു ഖുദാമ റഹിമഹുള്ളയുടെ അൽ മുഗ്നി എന്ന് പറയുന്ന ഗ്രന്ഥമാണ്, കിതാബ് അൽ മുഗ്നി. അതുപോലെ തന്നെ ഇതിൽ ഷർഹുൽ കബീറുമുണ്ട്. ഇമാം മുവഫഖുദ്ദീൻ ഇബ്നു ഖുദാമ റഹിമഹുള്ളയുടെ അൽ മുഗ്നി, അതുപോലെ തന്നെ ഷംസുദ്ദീൻ ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുള്ളയുടെ ഷർഹുൽ കബീർ. ഈ രണ്ട് ഗ്രന്ഥങ്ങൾ ഒന്നിച്ചു വരുന്ന വോള്യാണ്. അതിലെ 605-ാമത്തെ പേജ്. അതിൽ അദ്ദേഹം പറയുന്നു, ളാഹിറുൽ മദ്ഹബ് അഥവാ ഹംബലി മദ്ഹബിലെ പ്രകടമായ ഖൗലി എന്ന് പറയുന്നത് ആഭരണങ്ങൾക്ക് സകാത്ത് ബാധകമല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നു, വറുവിയ ദാലിക അൻ ഇബ്നു ഉമർ വജാബിർ വഅനസ് വആയിഷ വഅസ്മാ റളിയല്ലാഹു അൻഹും. ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സകാത്ത് ബാധകമല്ല എന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന്, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അനസ് ഇബ്നു മാലിക്കിൽ നിന്ന്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, അസ്മാ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഒക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അത് ഇമാം മാലിക്കിൻ്റെ അഭിപ്രായം അതാണ്. അതുപോലെ തന്നെ ഇമാം ഷാഫിഈയുടെ 2 അഭിപ്രായങ്ങളിൽ ഒന്നതാണ്. വദക്കറ ഇബ്നു അബി മൂസ റിവായത്തൻ ഉഖ്റ അന്നഹു ഫീഹി സക്കാ. ഇമാം ഇബ്നു അബി മൂസ ഇമാം അഹ്മദ് റഹിമഹുള്ളയിൽ നിന്ന് ഈ വിഷയത്തിൽ മറ്റൊരു റിവായത്ത് കൂടിയുണ്ട് എന്നുള്ളതും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമാം അഹ്മദിന് ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുള്ളക്ക് 2 അഭിപ്രായങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഷാഫിഈ മദ്ഹബിലെ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ഉദ്ധരിക്കാം. ഞാൻ ആദ്യം മുഗ്നി എടുത്തത് ഈ വിഷയത്തിൽ സ്വഹാബാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് മനസ്സിലാക്കാനും അതിൽ ഏതൊക്കെ സ്വഹാബാക്കൾ എന്നുള്ളത് പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുമാണ്. എത്ര പ്രഗത്ഭരായ സ്വഹാബാക്കളാണ് എന്ന്. അപ്പം ഒരുപറ്റം പ്രഗത്ഭരായ സ്വഹാബാക്കളെ വായിച്ചു. ഇനി പറയാണ്, അതിന് സക്കാത്ത് ബാധകമാണ് എന്നുള്ളത് ഉദ്ധരിച്ചവർ ആരൊക്കെയാണ്? അപ്പോൾ വദക്കറ ഇബ്നു അബി മൂസ റിവായത്തൻ ഉഖ്റ അന്നഹു ഫീഹി സക്കാ വറുവിയ ദാലിക അൻ ഉമർ ഇബ്നു അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു وعبد الله بن مسعود رضي الله عنه وعبد الله بن عباس رضي الله عنه وعبد الله بن عمرو بن العاص رضي الله عنه وعبادلة وسعيد بن المسيب وسعيد بن جبير وعطاء ومجاهد وعبد الله بن شداد وجابر بن زيد وابن سيرين وميمون بن مهران. وصحاباക്കളിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉമർ ഇബ്നു അൽ ഖത്താബ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് പ്രഗത്ഭരായ സ്വഹാബാക്കൾ നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ താബിഈങ്ങൾ നോക്കുകയാണെങ്കിൽ അത് സഈദ് ബിൻ അൽ മുസയ്യിബ്, സഈദ് ബിൻ ജുബൈർ, അതാ, മുജാഹിദ്, ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹം ബാക്കി ഇമാമിങ്ങളുടെ പേര് ഉദ്ധരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് വജാബിർ ഇബ്നു സെയ്ദ് വബ്നു സീരീൻ വമൈമൂൻ ഇബ്നു മെഹ്റാൻ വസ്സുഹ്രി വസ്സൗരി, അതുപോലെ തന്നെ സുഫിയാൻ സൗരി റഹിമഹുള്ള. വഅസ്ഹാബുർ റഅയി ലിഉമൂമി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റിഖത്തി റുബുൽ ഉശ്ർ. അപ്പോൾ ഇവരൊക്കെ ഇതിന് സക്കാത്ത് ബാധകമാണ് എന്ന് അഭിപ്രായപ്പെട്ട പ്രഗത്ഭരാണ് എന്നർത്ഥം. മാത്രമല്ല ഇറാഖുകാരായ അധികം ഫുഖഹാക്കളുടെയും അല്ലെങ്കിൽ ഇറാഖുകാരുടെ അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം സക്കാത്ത് ബാധകമാണ് എന്നതായിരുന്നു എന്ന് ഇമാം അബൂ ഉബൈദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ കിതാബുൽ അംവാലിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കിതാബുൽ അംവാലിൽ അദ്ദേഹം പറയുന്നു, വഅമ്മ സുഫിയാനു, അത് സുഫിയാനു സൗരിയാകാനാണ് ഇവിടെ കൂടുതൽ സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിഖ്ഹിയായ മസലകൾ കൂടുതൽ ഇമാം സുഫിയാനു സൗരിയാണ് ഉദ്ധരിക്കാറുള്ളത്. ഏതായാലും وأما سفيان وأهل العراق أو أكثرهم فإنهم يرون في الحلي الزكاة. ആഭരണത്തിന് സക്കാത്ത് ബാധകമാണ് എന്നതാണ് അഹ്ലുൽ ഇറാഖിൻ്റെ, ഇറാഖിലുള്ള പണ്ഡിതന്മാരുടെ, അതുപോലെ തന്നെ അവരിൽ ഭൂരിപക്ഷം പേരുടെയും, അതുപോലെ സുഫിയാനു സൗരി റഹിമഹുള്ള. കാരണം മുഗ്നിയിലും നമ്മൾ സുഫിയാനു സൗരി എന്ന് പ്രത്യേകം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഫിയാനു സൗരി റഹിമഹുള്ള, അതുപോലെ തന്നെ ഇറാഖുകാരായ പണ്ഡിതന്മാർ, ഇവരുടെയൊക്കെ അഭിപ്രായം ഇതാണ്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ
സകാത്ത് നിർബന്ധമാണ് എന്ന അഭിപ്രായം മുൻഗാമികളിൽ ഒരാളും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ചില ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എഴുതിയത് പരിശോധിക്കണം. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുടെ സകാത്തുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് ആ അഭിപ്രായം എന്നൊക്കെ നമ്മളതിൽ വിശദീകരിച്ചിരുന്നു. അപ്പോൾ അതിൽ മുൻഗാമികളായ ഒരാളും ആ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് ഈ വിഷയം മാത്രം എടുക്കുകയാണ്. നമ്മൾ ഈ വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസം എന്താണ്, അവരുടെ തെളിവുകൾ എന്താണ് എന്നുള്ളതല്ല, മറിച്ച് നിർബന്ധമാണ് എന്ന അഭിപ്രായം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വഹാബാക്കളിൽ നിന്ന് ആരൊക്കെയാണ്, താബിഈങ്ങളിൽ നിന്ന് ആരൊക്കെയാണ് ഈ സകാത്ത് നിർബന്ധമാണ് എന്ന് പറഞ്ഞത് എന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇത് ഇമാം കാസാനി റഹിമഹുള്ളയുടെ ബദാഇഉസ് സ്വനാഇ എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ്. ഹനഫി മദ്ഹബിലെ അവലംബമായ ഗ്രന്ഥമാണ്. ഹനഫി മദ്ഹബിൽ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സകാത്ത് നിർബന്ധമാണ് എന്ന വിഷയം എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. ഫിഖ്ഹിൽ വളരെ ബേസിക് ആയിട്ടുള്ള അറിവുള്ള ആളുകൾക്ക് അറിയുന്ന വിഷയമാണ്. ഹനഫി മദ്ഹബിൽ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സകാത്ത് നിർബന്ധമാണ്. അദ്ദേഹം പറയുന്നു, ഈ ഗ്രന്ഥം ബദാഇഉസ് സ്വനാഇന്റെ 1ഉം 2ഉം വോള്യങ്ങൾ ചേർന്ന് വരുന്ന ഭാഗമാണ്. അതിലെ 2ാമത്തെ വോള്യം 16ാമത്തെ പേജ്. وأما صفة هذا النصاب فيقول لا يعتبر في هذا النصاب صفة زائدة على كونه فضة فتجب الزكاة فيها سواء كانت دراهم مضروبة أو تبرا أو حليا مصوغا. അദ്ദേഹം പറയുകയാണ്, ഇത് വളരെ പഴയ പുസ്തകമാണ്. ഇങ്ങനെ ചർച്ചകൾ വരുമ്പോഴുള്ളൊരു ഹൈറെന്താണെന്ന് വെച്ചാൽ ഈ പഴയ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കാൻ സാധിക്കും. ഇതിൽ ഈ കോമകളോ അതല്ലെങ്കിൽ ആ രൂപത്തിൽ സെൻറ്റൻസുകൾക്ക് ശേഷമുള്ള അങ്ങനത്തെ സ്പേസുകളോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഒരുമിച്ച് എല്ലാം കൂടെ കൊടുത്തിട്ടുള്ളൊരു പുസ്തകമാണ്, പഴയ കോപ്പിയാണ്. അദ്ദേഹം പറയുന്നു, ഈ വെള്ളിയുടെ നിസാബുമായി ബന്ധപ്പെട്ട് അതിന് പൊതുവിൽ അതിൻ്റെ നിസാബ് എപ്രകാരമാണോ അതാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, അതിന് പ്രത്യേകമായൊരു സിഫത്ത് പറയേണ്ടതില്ല. അതിൽ ഫതജിബു സകാത്തു ഫീഹ, അതിൽ സകാത്ത് നിർബന്ധമാകും. വെള്ളിയാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും ഇതേ ഹുക്ം തന്നെയാണ്. കാനത്ത് ദറാഹിം മദ്റൂബ സവാഅൻ കാനത്ത് ദറാഹിമ മദ്റൂബ, അത് നാണയമായി അടിച്ചതാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഔ തിബ്രൻ അല്ലെങ്കിൽ അതിൻ്റെ കട്ടകളാണെങ്കിലും ശരി, ഔ ഹുലിയൻ മുസവ്വഗൻ അല്ലെങ്കിൽ ഉരുക്കി ആഭരണമാക്കിയവയാണെങ്കിലും ശരി. എന്നിട്ട് അദ്ദേഹം പറയാണ്, അത് ഖുർആൻ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ലിപികളായോ അല്ലെങ്കിൽ അലങ്കാരങ്ങളായോ ചേർത്ത് വെച്ച സ്വർണ്ണമാണെങ്കിലും ശരി, വെള്ളിയാണെങ്കിലും ശരി, ഇതൊക്കെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഇത്തരത്തിൽ അലങ്കാരമായി ഉപയോഗിക്കുന്നതോ മറ്റോ എന്തു തന്നെയാണെങ്കിലും അതിനൊക്കെ സക്കാത്ത് ബാധകമാകും. വഹുവ ഖൗലു ഷാഫിഈ അയ്ളൻ, ഇത് ഇമാം ഷാഫിഈയുടെയും അഭിപ്രായമാണ്. എന്നാൽ അതേസമയം ഉപയോഗിക്കുന്ന ആഭരണങ്ങളുടെ വിഷയത്തിൽ ഇദാ കാന മുഇദ്ദൻ ലില്ലബ്സി മുബാഹൻ അഥവാ ലിലുബ്സിൻ മുബാഹിൻ, അനുവദനീയമായ രൂപത്തിൽ ധരിക്കുന്നതിന് ഉള്ള ആഭരണങ്ങളാണെങ്കിൽ വലിൽ ആരിയ, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്ന രൂപത്തിലുള്ള ആഭരണവുമാണ് എങ്കിൽ ഫലഹു ഫീഹി ഖൗലാൻ, ഇമാം ഷാഫിഈക്ക് അതിൽ 2 അഭിപ്രായമുണ്ട്. ഒരു അഭിപ്രായം സക്കാത്ത് ബാധകമാണെന്നുള്ള അഭിപ്രായമുണ്ട്, അതായിരുന്നു പുതിയ അഭിപ്രായം. അതിനു മുൻപ് അദ്ദേഹത്തിന് സക്കാത്ത് ബാധകമല്ല എന്ന അഭിപ്രായവും ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഷാഫിഈ മദ്ഹബിലെ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കാം. അപ്പോൾ ഇവിടെ ഹനഫി മദ്ഹബിലെ അവലംബമായ ഗ്രന്ഥങ്ങളിലൊന്നാണ് ബദാഇഉസ് സ്വനാഇ. അതിൽ കൃത്യമായി ഹനഫി മദ്ഹബ് എന്താണ് എന്ന് വിശദീകരിച്ചിരിക്കുന്നു. ഹനഫി മദ്ഹബിൽ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമാണ്. മാലിക്കി മദ്ഹബിൽ സക്കാത്ത് നിർബന്ധമല്ല. ഇമാം മാലിക് റഹിമഹുള്ളയുടെ അഭിപ്രായ പ്രകാരം സക്കാത്ത് നിർബന്ധമല്ല. ഇനി ഇത് ഷാഫിഈ മദ്ഹബിലെ അവലംബ ഗ്രന്ഥങ്ങളിലൊന്നായ അൽ മജ്മൂ' ഷർഹുൽ മുഹദ്ദബ്, അൽ മജ്മൂ' ഇമാം നവവി റഹിമഹുള്ളയുടെ അൽ മജ്മൂ' എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഇതിൻ്റെ 6ാമത്തെ വോള്യം. ഇതിൽ ഇമാം നവവി റഹിമഹുള്ള പറയുന്നു, وإن كان لاستعمال مباح كحلي النساء وما أعد لهن وخاتم الفضة للرجال, അനുവദനീയമായ ഉപയോഗങ്ങൾക്കുള്ളതായ ആഭരണമാണെങ്കിൽ, ഈ അനുവദനീയമായ ഉപയോഗങ്ങൾക്കുള്ളത് എന്ന് പറയുന്നത്
കാരണം ഹറാമായ ഉപയോഗത്തിനുള്ളതാണെങ്കിൽ സക്കാത്ത് ബാധകമാണ് എന്ന വിഷയത്തിൽ ഏകാഭിപ്രായമാണ്. ഇതുപോലെ പുരുഷന്മാർ സ്വർണ്ണാഭരണം ധരിക്കുക അല്ലെങ്കിൽ മോഷ്ടിച്ച ആഭരണം ധരിക്കുക അതിനൊക്കെ സക്കാത്ത് നിർബന്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷ്ടിച്ചത് അതിൻ്റെ ഉടമക്ക് പൂർണ്ണമായി തന്നെ തിരിച്ചു കൊടുക്കണം. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സക്കാത്ത് ബാധകമാണോ അല്ലയോ എന്ന ചർച്ച വരുന്നത് തന്നെ അനുവദനീയമായ ഉപയോഗം. അഥവാ പുരുഷന്മാർ ധരിക്കുന്ന സ്വർണ്ണാഭരണം, ആ സ്വർണ്ണാഭരണം അതിന് അവർക്ക് ഉപയോഗിക്കുന്ന ആഭരണം എന്നുള്ളൊരു പരിഗണന പോലും അവിടെയില്ല, ചർച്ച പോലും അവിടെ ഇല്ല എന്നർത്ഥം. കാരണം പുരുഷന് സ്വർണ്ണാഭരണം ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് വൈൻ കാനൽ ഇസ്തിഅമാലിൻ മുബാഹിൻ, അനുവദനീയമായൊരു ഉപയോഗമാണ് എങ്കിൽ കഹുലിയിൻ നിസായി, സ്ത്രീകളുടെ ആഭരണം പോലെ, വമാ ഉഇദ്ദ ലഹുന്ന, അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആഭരണങ്ങൾ, വഖാതമുൽ ഫിദ്ദത്തി ലിർരിജാലി, അതുപോലെ തന്നെ പുരുഷന്മാർ ഉപയോഗിക്കുന്ന വെള്ളിയുടെ മോതിരങ്ങൾ, ഇവയിലൊക്കെ ഫഫീഹി ഖൗലാൻ, അതിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അഹദുഹുമ, ഒരഭിപ്രായം, ലാ തജിബു ഫീഹി സക്കാ ലിമാ റവ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലൈസ ഫിൽ ഹുലിയ്യി സകാത്തുൻ. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ആഭരണങ്ങൾക്ക് സക്കാത്ത് ഇല്ല എന്ന് പറയുന്ന ഒരു റിവായത്ത് പ്രകാരം അതിന് സക്കാത്ത് ബാധകമല്ല എന്നുള്ളതായിരുന്നു ഒരു അഭിപ്രായം. ഇതാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ ആദ്യത്തെ അഭിപ്രായം. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മാറ്റമുണ്ടായി. വസ്സാനി, രണ്ടാമത്തെ അഭിപ്രായം, തജിബു ഫീഹി സക്കാ വസ്തഖാറല്ലാഹ ഫീഹി ഷാഫിഈ വഖ്താറഹു ലിമാ റവ അന്ന ഇംറഅതൻ മിനൽ യമൻ ജാഅത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഹദീസ്. അഥവാ രണ്ടാമത്തെ അഭിപ്രായം, ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് സക്കാത്ത് ബാധകമാണ് എന്നുള്ളതാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ല ഈ വിഷയത്തിൽ അള്ളാഹുവിനോട് ഇസ്തിഖാർത്ത് നിസ്കരിക്കുകയും അതിനുശേഷം അദ്ദേഹം ഈ അഭിപ്രായമാണ് കൂടുതൽ പ്രബലമെന്ന്, അഥവാ സക്കാത്ത് ബാധകമാണ്, നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ് അതിന് ബാധകമെന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കുകയും ചെയ്തു. കാരണം യമനിൽ നിന്ന് വന്നൊരു സ്ത്രീയുടെ കൂടെ ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ കുട്ടിയും അവർ വന്നപ്പോൾ ഫീ യദി ഇബ്നതിഹ മസകതാനി ഗലീദതാനി മിൻ ദഹബ്, അവരുടെ ആ കുട്ടിയുടെ കയ്യിൽ രണ്ട് കട്ടിയുള്ള വളകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അത്തുഅതീന സകാത്ത ഹാദ, ഇതിൻ്റെ സക്കാത്ത് നീ നൽകുന്നുണ്ടോ? ഫഖാലത് ലാ, അപ്പോൾ അവർ പറഞ്ഞു ലാ, ഇല്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയസുറുക്കി അൻ യുസവ്വിറകില്ലാഹു ബിഹിമാ സിവാറൈനി മിൻ നാർ, ഇതിന് പകരം നരകത്തിൽ നിന്നുള്ള രണ്ട് വളകൾ അള്ളാഹു നിന്നെ അണിയിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? സ്ത്രീ പറഞ്ഞു, ഇല്ല, ഹുമാ ലില്ലാഹി വ റസൂലി, അത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഞാൻ മുഴുവനും ദാനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ ദാനം ചെയ്ത സംഭവം, അത് ഇമാം ഷാഫിഈ ആ ഹദീസിനെ ബേസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഷാഫി മദ്ഹബിൽ തന്നെ ആ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എന്നാൽ ഇമാം ഷാഫിഈ റഹിമഹുള്ള തിരഞ്ഞെടുത്ത അഭിപ്രായം അതിന് സക്കാത്ത് ബാധകമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സ്വഹാബാക്കൾക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വളരെ പ്രഗത്ഭരായ സ്വഹാബാക്കൾ തന്നെ നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ നിർബന്ധമല്ല എന്ന് അഭിപ്രായപ്പെട്ടവരിലുമുണ്ട്. എല്ലാവരും ഈ വിഷയത്തിലെ പ്രാമാണികമായ തെളിവുകളുമായി ബന്ധപ്പെട്ട് ഇത് പഠിച്ച് അതിൽ നിന്ന് ഒരാൾക്ക് ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അഭിപ്രായം ഏതാണോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി തെളിവ് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഇനി അതിൽ നിർബന്ധമാണ് എന്ന് ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി തെളിവ് അന്വേഷിക്കുകയോ ചെയ്യുകയല്ല, മറിച്ച് എന്താണോ അതിൽ കൃത്യമായി പ്രമാണം പറഞ്ഞിട്ടുള്ളത് എന്നത് വിലയിരുത്തുകയും അതിൽ ബോധ്യപ്പെടുന്ന കാര്യം അത് സ്വീകരിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇത് ഇമാം സൊനാനി റഹിമഹുള്ളയുടെ സുബുലുസ്സലാം എന്ന് പറയുന്ന ഗ്രന്ഥം, പക്ഷേ അദ്ദേഹം മുതഅഖിരീങ്ങളിൽപ്പെട്ട ആളാണ്. പക്ഷേ ഇതിൽ അദ്ദേഹം ഇനി അതിൻ്റെ നിസാബുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഒന്ന്, ഇതിൽ അദ്ദേഹം പറയുന്നത് ഇതിൽ 4 അഖ്വാലുകളുണ്ട്. അദ്ദേഹം പറയുന്നു, وفي المسألة 4 أقوال, ഈ മസ്അലയിൽ 4 ഖൗലുകളുണ്ട്. الأول وجوب الزكاة وهو مذهب الهادوية
وجماعة من السلف وأحد أقوال الشافعي عملا بهذه الأحاديث. അദ്ദേഹം മുകളിൽ ഉദ്ധരിച്ച ഒരുപാട് ഹദീസുകൾ, ആ ഹദീസുകളുടെ പിന്നെ അവലംബത്തിൽ മുൻഗാമികളിൽ നല്ലൊരു പക്ഷം ആളുകളും അതുപോലെ തന്നെ ഇമാം ഷാഫിഈയുടെ ഒരഭിപ്രായവുമൊക്കെ അതിന് സക്കാത്ത് നിർബന്ധമാണ് എന്നുള്ളതാണ്. വസ്സാനി, രണ്ടാമത്തെ അഭിപ്രായം, ലാ തജിബു സക്കാ ഫിൽ ഹില്യത്തി വഹുവ മദ്ഹബു മാലിക് വഅഹ്മദ് والشافعي في أحد أقواله لآثار وردت عن السلف قاضية بعدم وجوبها. സലഫുകളിൽ നിന്ന് വന്നിട്ടുള്ള ചില അസറുകൾ കാരണത്താൽ അതിന് സക്കാത്ത് ബാധകമല്ല എന്ന് അഭിപ്രായപ്പെട്ടവരാണ് ഇമാം മാലിക്. അതുപോലെ തന്നെ ഇമാം അഹ്മദിൽ നിന്നുള്ളൊരു റിവായത്ത് ഇമാം ഷാഫിഈ റഹിമഹുല്ല തൻ്റെ ഒരഭിപ്രായത്തിൽ അപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ബിഅദമി വുജൂബിഹ. എന്നാൽ അദ്ദേഹം അതിൽ നിന്ന് തറാജു ചെയ്യുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ അഭിപ്രായം അതിന് ബാധകമാണ് എന്നതായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല അഅലം. അതുപോലെ തന്നെ വസ്സാലിസ്, മൂന്നാമത്തെ അഭിപ്രായം, അന്ന സകാത്തൽ ഹുലി അല്ലെങ്കിൽ സകാത്തൽ ഹില്യത്തി ആരിയതുഹ, ആഭരണത്തിന് സക്കാത്ത് ബാധകമാണ്, പക്ഷേ അതിൻ്റെ സക്കാത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കലാണ്, ധരിക്കാൻ കൊടുക്കലാണ്. കമാ റവ അദ്ദാറഖുത്നി അൻ അനസ് വ അസ്മാ ബിൻത് അബീ ബക്കർ, അത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അതുപോലെ തന്നെ അസ്മാ റളിയല്ലാഹു അൻഹയിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെട്ടതായ കാര്യമാണ്. അതുപോലെ തന്നെ നാലാമത്തെ അഭിപ്രായം, അന്നഹ തജിബു ഫിഹ സക്കാ മറത്തൻ വാഹിദ, അഥവാ അതിൽ ഒരു തവണ സക്കാത്ത് കൊടുത്താൽ മതി, പിന്നീട് കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായപ്പെട്ട ചിലരുമുണ്ട്. ഇത് പിന്നെ 4 അഭിപ്രായങ്ങളും അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. ഒന്ന്, സാധാരണത്തെ പോലെ അതിന് നിസാബെത്തിയാൽ സക്കാത്ത് കൊടുക്കണം. രണ്ടാമത്തേത്, അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. മൂന്നാമത്തേത്, അതിന് സക്കാത്ത് കൊടുക്കണം. അതിൻ്റെ സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ നൽകലാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തേത്, അതിന് ഒരു തവണ സക്കാത്ത് കൊടുത്താൽ മതി, സ്വർണത്തിൻ്റെ സക്കാത്ത്. ഇനി ഈ സുബുലുസലാമിൽ നിന്ന്, ഇമാം സനാനിയുടെ സുബുലുസലാമിൽ നിന്ന് ഞാൻ വായിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അദ്ദേഹം പറയുന്നു ഇതിൻ്റെ നിസാബ്, അതാണല്ലോ ഈ 10 പവൻ എന്നുള്ളത് എവിടുന്ന് വന്നു, അത് നമുക്ക് പരിശോധിക്കാം എവിടുന്നാണ് വന്നതെന്നുള്ളത്. അദ്ദേഹം പറയുന്നു, ഫഇൻദൽ മൂജിബീന വഅമ്മാ നിസാബുഹ ഫഇൻദൽ മൂജിബീന നിസാബുൻ നഖ്ദൈനി, അതിന് സക്കാത്ത് നിർബന്ധമാണ് എന്ന് പറയുന്നവരുടെ പക്കൽ അതിൻ്റെ നിസാബ് അഥവാ സക്കാത്ത് ബാധകമാകാനുള്ള നിസാബ്, അല്ലാതെ ഒരു സ്ത്രീക്ക് ഇത്ര സ്വർണ്ണമേ ഉപയോഗിക്കാവൂ എന്ന പരിധിയല്ല, മറിച്ച് സക്കാത്ത് നിർബന്ധമാകാനുള്ള നിസാബ് എന്ന് പറയുന്നത് നിസാബൻ നഖ്ദൈനി, സ്വർണത്തിനും വെള്ളിക്കും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായ നിസാബ് തന്നെയാണ്. വദാഹിറു ഹദീസുഹൽ ഇത്ലാഖു വകഅന്നഹും ഖയ്യദുഹു ബി ഹദീസിൻ നഖ്ദ്, അഥവാ പിന്നെ പൊതുവിൽ അതുമായി ബന്ധപ്പെട്ട ആഭരണവുമായി ബന്ധപ്പെട്ട ഹദീസുകളിലൊന്നും അതിൻ്റെ നിസാബിനെക്കുറിച്ച് പരാമർശം വന്നിട്ടില്ല. അപ്പോൾ ആ നിസാബ് സാധാരണ നിലക്ക് സ്വർണത്തിനും വെള്ളിക്കും പഠിപ്പിക്കപ്പെട്ട നിസാബ് തന്നെയാണ് എന്ന് ഹദീസുകൾ ചേർത്ത് വെക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. ഇനി ഈ നിസാബ് എന്ന് പറയുന്നത് എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൈസ അലൈക ഷൈഉൻ യഅനി ഫി الذهب حتى يكون لك 20 ദീനാറൻ, 20 സ്വർണ്ണ നാണയമാണ്. ഈ 20 സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വർണ്ണ നാണയം എന്ന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 20 മിസ്കാൽ എന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ വസ്നാണ്, അതിൻ്റെ തൂക്കമാണ് പരിഗണിക്കപ്പെടേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മിക്കിയാലു മിക്കിയാലു അഹ്ലിൽ മദീന വൽ മീസാനു മീസാനു അഹ്ലി മക്ക, അളവിന് നിങ്ങൾ അവലംബമാക്കേണ്ടത് പിന്നെ മദീനക്കാരുടെ അളവാണ്, എന്നാൽ തൂക്കത്തിൽ നിങ്ങൾ കണക്കാക്കേണ്ടത് മക്കക്കാരുടെ തൂക്കമാണ്. നമുക്കറിയാം ഈ അളവ് പാത്രങ്ങൾ ചിലപ്പോൾ ഓരോ നാട്ടിലും വ്യത്യസ്ത തരത്തിലുള്ള അളവ് പാത്രങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ സോ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ഇത്ര അളവായിരിക്കും, വേറെ നാട്ടിൽ ഇത്ര അളവായിരിക്കാം അളവ് പാത്രങ്ങൾ. അപ്പോൾ മദീനക്കാരുടെ അളവ് പാത്രങ്ങളാണ് സക്കാത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ അവലംബമാക്കേണ്ടത്. അതുപോലെ തന്നെ വൽ മീസാനു മീസാനു അഹ്ലി മക്ക, തൂക്കത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ തൂക്കത്തിൻ്റെ എന്നത് ഇത്തിഫാഖുള്ള കാര്യമാണ്. യഅനി അദ്ദഹബ വൽ ഫിദ്ദ, അത് സ്വർണവും വെള്ളിയുമാണ് എന്ന കാര്യത്തിൽ. അപ്പോൾ സ്വർണത്തിനും വെള്ളിക്കും പഠിപ്പിക്കപ്പെട്ട നിസാബ് അതിൻ്റെ തൂക്കമാണ്. ഇനി എത്ര കാലം കഴിഞ്ഞ് അതിൻ്റെ വിലയിലും അതിൻ്റെ മൂല്യത്തിലൊക്കെ വ്യത്യാസം വന്നാൽ തൂക്കം വ്യത്യാസം വരികയില്ല. അതുകൊണ്ട് അളക്കാനുള്ള ഉപാധിയായി അല്ലെങ്കിൽ പരിധി നിശ്ചയിക്കാനുള്ള ഉപാധിയായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് അത് ഈ തൂക്കമാണ്. ഇവിടെ 20 മിസ്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്കാൽ 4.25 ഗ്രാമാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്?
20 മിസ്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 ഗ്രാം, 85 ഗ്രാം എന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ 85 ഗ്രാം എന്ന് പറയുന്നതിനോട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പരിചയമുള്ളതാണ് പവൻ എന്ന് പറയുന്നത്. അതാണ് 10.5 പവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84 ഗ്രാം, 84 ഗ്രാമാണ്. അപ്പം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പൊതുവിൽ പണ്ഡിതന്മാർ എന്ത് പറയുന്നു, 10.5 പവൻ എന്ന് പറയുന്നു. കാരണം ഒരു ഗ്രാമിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ 20 മിസ്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 ഗ്രാമാണ്. ഒരു മിസ്കാൽ 4.25 ഗ്രാമാണ് നമ്മൾ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ. അപ്പോൾ ഇത്രയാണ് ഈ വിഷയത്തിൽ ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ ഈ ചിലപ്പം ഒരു ആശയക്കുഴപ്പം ഉണ്ടായതായിരിക്കാം. വല്ലാഹു തആല അഅലം. ഏതായാലും ഇമാം ഖത്താബി റഹിമഹുല്ല, ഇമാം ഇബ്നുൽ മുൻദിർ റഹിമഹുല്ല, ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ സക്കാത്ത് നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ് കൂടുതൽ പ്രബലമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടായാലും ഇന്നും ഈ വിഷയം കൃത്യമായി പഠിച്ചതിന് ശേഷം പ്രമാണത്തോട് കൂടുതൽ ഏതാണോ യോജിച്ച് നിൽക്കുന്നത് എന്ന് ഒരു പണ്ഡിതന് തോന്നുന്നു, ആ അഭിപ്രായം പറയാം. പക്ഷേ അവിടെ നമ്മൾ ആ സ്ഥാനത്ത് ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നും അതിൽ നിർബന്ധമാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയ ഇമ്മത്തുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കണം. പ്രത്യേകിച്ചും ആളുകൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ അതായിരിക്കും കൂടുതൽ ഖൈർ. വല്ലാഹു തആല അഅലം. അതുപോലെ തന്നെ ഇപ്പോൾ ഫിഖ്ഹു സുന്നയിൽ ആർട്ടിക്കിൾ എഴുതിയ സമയത്തും അതുപോലത്തെ മുമ്പ് ഈ വിഷയം വിശദീകരിച്ച സമയത്തും ഇങ്ങനെ ഒരു ഖിലാഫുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ കൂടുതൽ പ്രബലം അത് നിസാബ് എത്തുന്നതാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്നതാണ് എന്ന് പറയാൻ എന്താണ് കാരണം? ആ ഭാഗം ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിനെക്കുറിച്ച് സംസാരിക്കലായിരുന്നില്ല ഒരിക്കലും നമ്മളുടെ ഈ ഒരു സംസാരത്തിൻ്റെ ഉദ്ദേശം. മറിച്ച് എനിക്കൊരു സഹോദരൻ എന്നോട് ചോദിച്ചു, മുൻഗാമികളിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഉദ്ധരിക്കുന്ന ഇബ്നു ഉസൈമീൻ അല്ലെങ്കിൽ ഇബ്നു ബാസ് ഇവരൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മുൻഗാമികളിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊരു സഹോദരൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ വിഷയം ഒന്ന് ആളുകൾക്ക് കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട്, അപ്പോൾ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ സംസാരിച്ചതാണ്. ഇങ്ങനെ നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ആരൊക്കെ എന്നുള്ളത് ജസ്റ്റ് വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇതിൽ വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫി സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ വചനം. സ്വർണവും വെള്ളിയും ഒക്കെ അതിൻ്റെ സക്കാത്ത് കൊടുക്കാതെ നിധിയായി കാത്തു സൂക്ഷിക്കുന്നവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് അവർക്ക് സന്തോഷവാർത്തയെ അറിയിക്കണം. ഒരു വളരെ കഠിനമായ താക്കീതിൻ്റെ സ്വരത്തിലാണത് പറയുന്നത്. അപ്പോൾ ഇവിടെ പൊതുവിൽ സ്വർണത്തിനും വെള്ളിക്കും സക്കാത്ത് ബാധകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആഭരണം അതിൽ നിന്ന് ഒഴിവാണെങ്കിൽ സ്പഷ്ടമായ തെളിവ് വരണം. ഇവിടെയാണ് നിർബന്ധമാണ് എന്ന് പറയുന്ന രൂപത്തിൽ വന്ന ഹദീസിൻ്റെ അതേ ബലത്തിൽ തന്നെയാണ് നിർബന്ധമല്ല എന്ന് പറയുന്നവർ ഉദ്ധരിക്കുന്നതായ തെളിവുകളും വന്നിട്ടുള്ളത്. അപ്പോൾ അത് സ്വഹാബാക്കൾക്കിടയിൽ തന്നെ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ കണ്ടു. മാത്രമല്ല പ്രഗത്ഭരായ സ്വഹാബാക്കളാണ് നിർബന്ധമാണ് എന്ന് പറഞ്ഞിടത്തും അല്ല എന്ന് പറഞ്ഞിടത്തും. ഇനി നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ സക്കാത്തിൻ്റെ രൂപം എങ്ങനെയാണ് എന്നുള്ളത് ചെറിയ ഖിലാഫുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സക്കാത്ത് ബാധകമാണ് എന്ന് പറഞ്ഞവരുടെ അഭിപ്രായം എടുക്കുന്നതാണ് കൂടുതൽ സൂക്ഷ്മത. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ദരിദ്രർക്ക് ഏറ്റവും അനുയോജ്യമായത് അതാണ്. നൽകുന്ന ആൾക്ക് നൽകാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ അവിടെ നമ്മൾ ദരിദ്രൻ്റെ മസ്ലഹത്ത് പരിഗണിക്കുകയാണെങ്കിൽ അത് നൽകുക എന്നതാണ് കൂടുതൽ ഖൈർ. മൂന്നാമത്തെ കാര്യം, നമ്മൾ സ്വർണം വെള്ളി എന്നുള്ളത് അതിന് ആഭരണമാണെങ്കിലും നാണയമാണെങ്കിലും അതിൻ്റെ സെമൻ എന്നുള്ള വില എന്നുള്ള സെമനീയ ഇല്ലത്ത് അതിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പിന്നെ അദ്ദഹബു ബിദ്ദഹബ് വൽഫിദ്ദത്തു ബിൽഫിദ്ദ, സ്വർണത്തിന് പകരമായി വെള്ളിക്ക് പകരമായൊക്കെ കൈമാറ്റം ചെയ്യുമ്പോൾ നാണയമാണെങ്കിലും ശരി, മാലയാണെങ്കിലും ശരി, ആഭരണമാണെങ്കിലും ശരി, അവിടെ ഇല്ലത്തുർ റിബ ഉണ്ട്. അതിൽ പിന്നെ ഈ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല. അപ്പോൾ അവിടെ സാധാരണ നിലക്ക് നാണയങ്ങൾക്ക് ബാധകമാകുന്ന നിയമം നമ്മൾ പലിശയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോകുമ്പോൾ ആഭരണത്തിനും ബാധകമാകുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സ്വർണവും വെള്ളിയും അത് ആഭരണമായി തീർന്നാലും അത് നാണയമാണെങ്കിലും അതിൻ്റെ അവസ്ഥ ഏത് സന്ദർഭത്തിലും ആളുകൾക്ക് പണമാക്കാനും ഉപയോഗിക്കാനും സാധിക്കുന്ന ഒരു വസ്തു
എന്ന അർത്ഥത്തിൽ തന്നെ അതിന് സക്കാത്ത് പൊതുവായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ചില ഹദീസുകളുടെ വിഷയത്തിലൊക്കെ പല ഇമാമികൾ അത് സ്വഹീഹാണോ അല്ലയോ എന്നൊക്കെ ചർച്ചയുള്ള ഹദീസുകളാണെങ്കിലും വളരെ പ്രഗത്ഭരായ ഇമാമിയങ്ങളും അത് സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയവരുമുണ്ട്. അനവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദുർബലമായ ഹദീസിൽ പോലും അപ്രകാരം വന്നിട്ടില്ല എന്നൊക്കെ അത് ആളുകൾക്ക് അറിവില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വിഷയത്തിൽ അത് പ്രബലമാണ് എന്ന് പറയാൻ നമുക്ക് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. പിന്നെ ഫിഖ്ഹുസ്സുന്നയിൽ ഇങ്ങനൊരു വിവാദവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയല്ല, നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ചർച്ച ആഗ്രഹിക്കാറുമില്ല. പക്ഷേ ജസ്റ്റ് നേരത്തെ തന്നെ നമ്മൾ ഈ വിഷയങ്ങൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇബ്നു ഉസൈമീൻ അതുപോലെ തന്നെ ഇബ്നു ബാസ് റഹിമഹുമുള്ള അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ആദ്യം എടുത്തു കൊടുത്തിരുന്നു. അപ്പോൾ ചില ആളുകൾ വിചാരിച്ചു അത് ഈ പിൻകാലത്ത് വന്ന പണ്ഡിതന്മാർക്ക് മാത്രമേ അങ്ങനെ അഭിപ്രായമുള്ളൂ, മുൻകാലത്തുള്ളവർക്കൊന്നും അങ്ങനെ അഭിപ്രായമില്ല എന്ന് ചിലർ കരുതിയതാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു വീഡിയോയുടെ ഒരു ഭാഗം മാത്രം അത് ആളുകൾക്കിടയിൽ വല്ലാതെ പ്രചരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊന്നുകൂടെ സംശയമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് പഠിക്കുക. നമ്മളെപ്പോഴും അതിൽ നമുക്ക് കൂടുതൽ സൂക്ഷ്മത തോന്നുന്ന അഭിപ്രായം അല്ലെങ്കിൽ കൂടുതൽ പ്രമാണത്തോട് യോജിച്ച് നിൽക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അഭിപ്രായം അത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ലാഹു സുബ്ഹാനഹു വ തആല അഅലം. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.